പാദരക്ഷകൾ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കാതെ എന്തുകൊണ്ട്? അതേപോലെ തന്നെ പാദരക്ഷകൾ ഉപയോഗിച്ചിട്ടാകുമ്പോഴാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നതെങ്കിൽ ELCB ട്രിപ്പ് ആകുമോ എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടത്. ഹായ്, ഞാൻ അമൃത് ശിശിർ, MEP കൺസൾട്ടന്റ്, ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വെൽക്കം ടു അവർ ചാനൽ. വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഷോക്ക് നമുക്ക് ഏൽക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് കയറി എർത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പോകുമ്പോഴാണ് ഷോക്ക് നമുക്ക് അടിക്കുന്നത്. ഇപ്പോൾ വയറിന്റെ മുകളിൽ ഇൻസുലേഷൻ ഇട്ടിരിക്കുമ്പോൾ നമുക്ക് വയർ പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല. കാരണം ആ ഇൻസുലേഷൻ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് ദേഹത്തേക്ക് കറണ്ട് കയറുന്നില്ല. അതേ ലോജിക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഷോക്ക് ഉള്ള സ്ഥലത്ത്, ഒരു കറണ്ട് പോകുന്ന സ്ഥലത്ത് പോയി തൊടുമ്പോൾ നമ്മുടെ കാലിൽ ചെരുപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കറണ്ട് ഉണ്ടെങ്കിലും അത് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല. അതാണ് ബേസിക് ആയ സംഭവം. നിങ്ങൾ പണ്ടത്തെ ഇതിലൊക്കെ ഈ കറണ്ട് മാൻ എന്നൊക്കെ പറഞ്ഞുള്ളവർ കാണുന്ന, അവരുടെ ബേത്ത് കറണ്ട് കയറ്റിക്കൊണ്ട് മറ്റുള്ള ഒരാളുടെ ബേത്ത് കയറുമ്പോൾ ഷോക്ക് അടിക്കുന്ന ഒരു സംഭവം. അത് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് നമുക്കൊരു ഡേക്കഡ് ആയിട്ടുള്ള ഒരു വയർ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് നമ്മൾ ചെരുപ്പോ അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ മുകളിലോ നിൽക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കില്ല. കാരണം ഫ്ലോ നടക്കുന്നില്ല. ഇത് നമ്മൾ ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്ലോ നടക്കാതെ കൊണ്ട് തന്നെ ELCB ട്രിപ്പ് ആവില്ല, നമുക്ക് ഷോക്ക് ഏൽക്കുകയില്ല. ELCB ട്രിപ്പ് ആവുന്നത് എങ്ങനെയാ? ഫേസിലൂടെ ഉള്ള കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കയറി എർത്തിലേക്ക് പോകുമ്പോൾ, അതായത് ന്യൂട്രലിലേക്ക് പോവാണ്ട് എർത്തിലേക്ക് പോകുമ്പോൾ ഫേസിൽ കൂടുതൽ ഫ്ലോ കാണിക്കും, ന്യൂട്രലിൽ ഫ്ലോ കാണിക്കില്ല. അപ്പോൾ അൺബാലൻസ്ഡാണ് ട്രിപ്പ് ആവുക. ഇവിടെ ഇപ്പോൾ ELCB ട്രിപ്പ് ആവില്ല. നമ്മളിപ്പോൾ അതായത് നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റന്റ് ഇതുണ്ടാവും. ഷൂ ഇട്ടുകൊണ്ട് പാസ് ചെയ്യാതുകൊണ്ട് ELCB ട്രിപ്പ് ആവില്ല, നമുക്ക് ഷോക്ക് അടിക്കില്ല. ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ പോയി നമ്മളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെയുള്ള ഇലക്ട്രോൺസ് അയാളുടെ ശരീരത്തിലൂടെ കയറി ഭൂമിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും, അയാൾക്കും ഷോക്ക് അടിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കോമഡി. അതുകൊണ്ടാണ് സേഫ്റ്റി ഷൂ ഇടണം, അതേപോലെ പാനൽസിന്റെ അടിയിൽ റബ്ബർ മാറ്റ് ഇടണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റബ്ബർ ചെരുപ്പ് ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നത്. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലേഷൻ ഉള്ള സ്ക്രൂ ഡ്രൈവേഴ്സോ ടെസ്റ്റേഴ്സോ യൂസ് ചെയ്യാൻ പറയുന്നത് ഈ ഒറ്റ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ്. ഐ ഹോപ്പ് ഞാൻ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്നായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളൊരു വീടോ ബിൽഡിംഗോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ട് ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും പ്ലംബിംഗ് ഡിസൈൻസും ഡ്രോയിങ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യണം. അതേപോലെ ഓട്ടോമേഷൻ ചെയ്യണം, CCTVന്റെ ഒക്കെ ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.